കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഫെബ്രുവരി 2 ഉച്ചപൂജ അലങ്കാരമായിട്ട് മത്സ്യാവതാരമാണ് ഉണ്ടായിരുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യാവതാരം. ഇന്ന് ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഈ ഭാവത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഭഗവാന്റെ അരയ്ക്ക് താഴെ മത്സ്യരൂപത്തിലും അരയ്ക്ക് മുകളിലായിട്ട് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുമാണ് ഈ അലങ്കാരം ചാർത്തിയിട്ടുള്ളത്. മത്സ്യത്തിൻ്റെ വാലും ഉടലും കസവുകൾ കൊണ്ട് അതീവ സുന്ദരമായിട്ട് ഇങ്ങനെ നെയ്തെടുത്ത രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കളഭത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കസവുകൾ നെയ്തിട്ടാണ് ഭഗവാന്റെ മത്സ്യത്തിൻ്റെ വാലും ഉടലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഭഗവാന്റെ ജലത്തിലുള്ള ആ ഒരു ചലനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കഴുത്തിൽ മുല്ലമുട്ടുമാലയുണ്ട്, കൈകളിൽ മനോഹരായ കൈവളകളും തോൾവളകളും ചാർത്തിയുണ്ട്. ഭഗവാന്റെ 2 കൈകൾ കൊണ്ടും ഭക്തർക്ക് അഭയവും വരദാനവും നൽകുന്ന രൂപത്തിലാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. അഭയമുദ്രയും വരദാനമുദ്രയാണ് 2 കൈകളിലുള്ളത്. നെറ്റിയിൽ സ്വർണ്ണഗോപിയുണ്ട്, കാതുകളിൽ ചെവിപ്പൂക്കൾ തിളങ്ങുന്നുണ്ട്. ഭക്തരെ അനുഗ്രഹിക്കുന്ന ആ മന്ദഹാസം അതെപ്പോഴും സ്ഥായിയായിട്ട് ഭഗവാന്റെ മുഖത്തുണ്ട്. അതീവ ഹൃദ്യമായുള്ള ആ കാഴ്ച ഉണ്ടല്ലോ, ആ മന്ദഹാസം അതവിടെ ഇനിയുണ്ട് നമ്മുടെ അടുത്ത്. കിരീടത്തിന് ചുറ്റും വെളുത്ത പൂക്കൾ കൊണ്ട് പിന്നെ താമര കൊണ്ടും തുളസിമാല കൊണ്ടുമാണ് അങ്ങനെ ചാർത്തിയിട്ടുള്ളത് തിരുമുടിമാല. കഴുത്തിലാവട്ടെ വനമാല തെച്ചിയും തുളസിയും ചേർത്ത് ഇങ്ങനെ വെളുത്ത പൂക്കളും കൂടി ഇങ്ങനെ ഇടകലർത്തിയിട്ട് വേറൊരു മാലയും കൂടി 2 ഉണ്ടമാലയാണുള്ളത്. കഴുത്തിൽ തെച്ചിയും തുളസിയും ചേർന്ന ഒരു വനമാലയായിട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. പിന്നെ തെച്ചി തുളസി വെളുത്ത പൂക്കളും കൂടി ഇടകലർത്തിയിട്ടുള്ള വേറൊരു ഉണ്ടമാലയും കൂടിയുണ്ട്. പിന്നെ വിധാനമായിട്ട് തെച്ചിയും തുളസിയും കൊണ്ട് തന്നെ ഉണ്ടമാലകൾ 5-6 ഉണ്ടമാലകൾ ഇങ്ങനെ വിധാനമായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. പ്രളയകാലത്ത് വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മത്സ്യാവതാരമെടുത്ത് വന്നത്. നമ്മുടെ ജീവിതത്തിലെ അജ്ഞാനാന്ധകാരമാകുന്ന പ്രളയത്തിൽ മുങ്ങിപ്പോകുന്ന നമ്മളെ വിവേകമാകുന്ന വേദങ്ങളെ സംരക്ഷിക്കുന്നവനാണ്, അറിവിനെ സംരക്ഷിക്കുന്നവനാണ് ഗുരുവായൂരപ്പൻ എന്നാണ് ഇന്നത്തെ മത്സ്യാവതാരം നമ്മളോട് പറയണത്, മത്സ്യാലങ്കാരം നമ്മളോട് പറയണത്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് ഏറ്റവും ചെറിയ രൂപം മുതൽ അനന്തമായ രൂപം വരെ സ്വീകരിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്തെ മത്സ്യാവതാരം പ്രതിനിധീകരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന ഭാവത്തിലാണ് ഭഗവാൻ ഈ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഭൗതികമായ വേർതിരിവുകളൊന്നുമില്ലാതെ ഭഗവാൻ മാത്രമാണ് ഏക ആശ്രയം എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഈ ദർശനം നൽകുകയാണ്. നമുക്കെല്ലാവർക്കും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ മുമ്പിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കാം. നാരായണ 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 നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.